ശമ്പള പരിഷ്കരണത്തിൽ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുമായി നഴ്സുമാരുടെ സംഘടന നടത്തിയ ചർച്ച പരാജയം. നിലവിലെ ശമ്പളത്തിൽ 5000 രൂപ കൂട്ടി നൽകാമെന്ന മാനേജ്മെന്റുകളുടെ നിലപാട് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ തള്ളി. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, ഏറ്റവും പുതിയ വിവരം, ഭാഗികമായി മാനേജ്മെന്റുകൾ വഴങ്ങിയിരിക്കുന്നു. നേരത്തെ ചർച്ച പരാജയമെന്ന തരത്തിലായിരുന്നു പുറത്തുവന്ന വിവരങ്ങൾ. പക്ഷേ ഈ KPHOA, കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കല്ലാതെ മറ്റു ചർച്ചകൾക്ക് 8 ആശുപത്രികൾ നേരിട്ട് ചർച്ച നടത്തുകയായിരുന്നു. ദിവസേന 1500 മുകളിൽ ദിവസവേതനം കൂട്ടാമെന്ന് ഈ ആശുപത്രി മാനേജ്മെന്റുകൾ ഉറപ്പ് നൽകിയിരിക്കുന്നു ഈ ചർച്ചയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. തൊഴിലുവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും മറ്റ് മാനേജ്മെന്റ് ഉണ്ടാക്കിയ ധാരണ അംഗീകരിക്കാത്ത ആശുപത്രികളിൽ നാളെ മുതൽ സമരം ആരംഭിക്കുമെന്ന് UN വ്യക്തമാക്കിയിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങളിൽ നീക്കുപോക്കുകളുമായി ഇരുവിഭാഗവും രംഗത്ത് വന്നു. നാളെ സമരവുമായി മുന്നോട്ട് പോകും എന്ന് UN ഉറച്ചു നിന്നുകൂടിയാണ് ചില ആശുപത്രികൾ, 8ഓളം വരുന്ന ആശുപത്രികൾ പിന്മാറ്റം നടത്തിയത്. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകും. തീരുമാനം വൈകുന്നതോടെ തീരുമാനം അംഗീകരിക്കാത്ത ഈ ആശുപത്രികൾക്കെതിരായി സമരം ആയി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ UN അറിയിച്ചിട്ടുള്ള അനിതയിൽ ചർച്ചയിൽ തീരുമാനം. ഏപ്രിൽ 1 മുതൽ നടപ്പാക്കാനാണ് ഇരു കൂട്ടരും തമ്മിൽ ഇന്ന് നടത്തിയ ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നത്. എന്തായാലും ചില കോർപ്പറേറ്റ് ആശുപത്രികൾ ഈ ആവശ്യത്തിന് മേൽ മുഖം തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ആ ആശുപത്രികളിൽ സമരം തുടരുമെന്ന് UN അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.